വ്യവസായി സുഹൃത്തുക്കളെ, നിങ്ങളിൽ പലരും ഇതിനോടകം പല സംരംഭങ്ങളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പലരും അതിൽ വിജയിച്ചവരാവും. ചിലരെങ്കിലും ചിലപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇവിടെ വന്നിട്ടുള്ളത്. ഏതായാലും സന്തോഷം പകരുന്നൊരു കാഴ്ച, പൊതുവെ ഇത്തരത്തിലുള്ള സംരംഭങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ സ്ത്രീകളുടെ ഭാഗം നോക്കുമ്പോൾ അവിടെ ആരെയും കാണാറില്ല. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, കുറേ സ്ത്രീകളെ കണ്ടു. പണ്ടൊക്കെ സ്ത്രീകൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയാൽ വിജയിക്കുമോ എന്നുള്ളൊരു സംശയം നമുക്ക് മുന്നിൽ പലപ്പോഴും ഉണ്ടായിരുന്നത്. സ്ത്രീകൾ പൊതുവെ വീട്ടിലെ പണികൾ എടുക്കാനും അച്ചപ്പവും ഉണ്ണിയപ്പവും ഒക്കെ മാത്രം ഉണ്ടാക്കുന്ന ആളുകളാണ് എന്നുള്ളൊരു ധാരണ, നമ്മുടെയൊക്കെ തെറ്റായിട്ടുള്ളൊരു ധാരണ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ലോണ് സാങ്ഷനായ ആൾ ഒരു സ്ത്രീയാണ്. അത് SBIയിലൊരു മാനേജറാണ് തോന്നുന്നുണ്ട്. വേറൊരു ആളും കൂടെ കണ്ടു. ഞാൻ വിചാരിച്ചു രണ്ടാളും സംരംഭകരാണെന്നാണ് ആദ്യം കരുതിയത്. ഏതായാലും അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ പരിപാടി എന്താണെന്ന് അറിയില്ല. ഞാനും ഒരു ചെറിയൊരു സംരംഭകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംരംഭക സഭകളിൽ എല്ലാ സമയത്തും വന്ന് ചെറിയ അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്. അത് പല രീതിയിൽ നമ്മൾ അനുഭവങ്ങളൊക്കെ കുറേ ആൾക്കാർ ഇതിൽ കേട്ടതാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നു എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. എന്നാലും ചെറുതായിട്ട് ഒരു പ്രാവശ്യം കൂടെ പറയാം. 1994 പുത്തൂർ പള്ളിക്കൽ ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഏകദേശം പ്രീ ഡിഗ്രി കഴിയാൻ 3 വർഷം വേണ്ടിയിരുന്നു. 2 വർഷമാണ് പ്രീ ഡിഗ്രിക്ക് സാധാരണ വേണ്ടത്. പ്രീ ഡിഗ്രിക്ക് അക്കൗണ്ടൻസി പേപ്പർ തോറ്റ ഈ ചെറുപ്പക്കാരൻ ആദ്യമായിട്ടൊരു ജോലിക്ക് പോകുന്നൊരു മെഡിക്കൽ ഷോപ്പിലായിരുന്നു. കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റലിന് സമീപത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ ദിവസം 10 രൂപ ശമ്പളത്തിന് അയാളൊരു ചെറിയ ജോലിക്ക് കയറുന്നു. രാവിലെ ചായ കുടിക്കാൻ 5 രൂപയും വൈകുന്നേരം ചായ കുടിക്കാൻ 5 രൂപയായിരുന്നു അയാളുടെ വേതനം. ആ 10 രൂപ ഇയാൾ അനക്കാതെ അത് മാറ്റിവെക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പ്രീ ഡിഗ്രി രണ്ടാമത് അക്കൗണ്ടൻസി പേപ്പർ എഴുതാനുള്ള അവസരം വന്നപ്പം 4 മാസം ആ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്ത് അയാൾ ആ ജോലി ഒഴിവാക്കി പോരുകയാണ്. അങ്ങനെ വീട്ടിൽ വന്ന് പ്രീ ഡിഗ്രി എഴുതി. ആ സമയത്താണ് പേപ്പറിലൊരു പരസ്യം കാണുന്നത്, ഡെയിലി 300 രൂപ വരെ നേടാം എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തെ ഒരു പരസ്യം. അങ്ങനെ അവിടെ ആ മലപ്പുറത്ത് ഒരു WW എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് ജീവനക്കാരെ ആവശ്യമുണ്ട്, മാസം 9,000 ഉറുപ്പിക വരെ നേടാം. അങ്ങനെ ഈ 9,000 ഉറുപ്പിക എന്നുള്ള അന്നത്തെ വലിയൊരു സംഖ്യ പ്രതീക്ഷിച്ച് ആ ചെറുപ്പക്കാരൻ മലപ്പുറത്തെ ആ ജിമി ലോഡ്ജ് എന്ന് പറയുന്ന ലോഡ്ജിലേക്ക് എത്തുകയാണ്. ഏകദേശം 1.5 വർഷത്തോളം അവിടെ മാർക്കറ്റിങ്ങിന്റെ എന്ത് കല്ലും കഷ്ണം കിട്ടിയാലും വിൽക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ മാറുകയാണ്. ഏകദേശം 20 വയസ്സ് അപ്പോഴത്തേക്ക് മയക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്തായിരുന്നു അയാൾ ഡിഗ്രി പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ഡിഗ്രിക്ക് പോകുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ഒരു മോഹവുമായിട്ട് ഒരു ബാഗിൻ്റെ ബിസിനസ്സായിരുന്നു അയാൾ തിരഞ്ഞെടുത്തത്, ബാഗ് മാനുഫാക്ചറിങ് കമ്പനി. അങ്ങനെ ഈ ബാഗ് മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങാൻ വേണ്ടി അയാൾ പല സ്ഥലത്തും ചെന്നു. ഇത് ഉണ്ടാക്കുന്ന ആളുകളെ ആദ്യം കിട്ടണം, ഒരാളെങ്കിലും കിട്ടണ്ടേ. അങ്ങനെ പല ആളുകളുടെ അടുത്ത് ചെന്നപ്പോഴും അവിടെ നിന്നൊക്കെ നെഗറ്റീവായിരുന്നു. പക്ഷേ ഇയാളുടെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം വല്ലാതെ, ഈ ആഗ്രഹം അയാളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നു. ഈ ആഗ്രഹം എല്ലാ ദിവസവും ഇയാളുടെ മനസ്സിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നു. ആ സമയത്താണ് അയാളുടെ ഏട്ടൻ, ഡിഗ്രി കഴിഞ്ഞ ഏട്ടൻ, മിലിറ്ററി സെലക്ഷന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോകുന്നത്. അതേ സമയം തന്നെ കാർഗിൽ യുദ്ധം ആരംഭിക്കുകയും മിലിറ്ററിയിലേക്ക് ഈ അവസരം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിരുന്ന ക്യാപ്റ്റൻ കാർഗിൽ യുദ്ധത്തിന് പോവുകയും ഈ ഏട്ടൻ്റെ കാര്യം നോക്കാൻ ആരും ഇല്ലാതാവുകയും 6 മാസത്തോളം ഡൽഹിയിൽ കഴിഞ്ഞ ഇയാൾ തിരിച്ചു വരികയും ഏട്ടനും അനിയനും ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന സാഹചര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബാഗ് ബിസിനസ്സിലേക്ക് ഈ ചെറുപ്പക്കാരൻ ഇറങ്ങുന്നത്. അപ്പം 3,500 രൂപയോളം മാത്രം വരുമാനമുള്ള ഒരു റവന്യൂ വകുപ്പിലെ പിയൂണിൻ്റെ മകന് ക്യാപിറ്റൽ ഒരു വലിയ പ്രശ്നമായിരുന്നു. ആദ്യം ക്യാപിറ്റലാണ്. അങ്ങനെയാണ് അവരുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ വന്നത്. ഞങ്ങളുടെ പ്രദേശത്തെ ഒരു സാധാരണ കുറി നടത്തുന്ന ഒരു ചേച്ചിയുണ്ട്, 25,000 ഉറുപ്പ്യൻ്റെ കുറിയാണ്. ഈ ചേച്ചി ഈ കുറി സാധാരണ ആളുകൾ വന്നിട്ടില്ലെങ്കിൽ തിടുക്കക്കാർക്ക് ഇത് എടുത്തു കൊടുക്കും. ചേച്ചിക്ക് ആദ്യമായിട്ടൊരു ഓഫർ കിട്ടുകയാണ്. ഈ 3 കുറി ഒപ്പം എടുത്തുതരികയാണെങ്കിൽ ചേച്ചിക്ക് ഓരോന്നിന് 250 ഉറുപ്പ്യ വെച്ച് തരാമെന്ന് പറയുന്നത്. അങ്ങനെ ചേച്ചിക്ക് 750 ഉറുപ്പ്യ ഓഫർ കൊടുത്ത് ചേച്ചി 3 കുറി ഒപ്പം എടുത്തിരിക്കും. ഒരു കുടുംബക്കാരൻ ഒരു 5 പവനുള്ള ഒരു ചെയിൻ തന്നിട്ട് ഇത് പണയം വെച്ചോ എന്ന് പറഞ്ഞിട്ടൊരു ചെയിനും തന്നു. ആ ചെയിനും 75,000 ഉറുപ്പ്യയും വെച്ച് ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു. പക്ഷേ ഈ ബിസിനസ് കടകളിൽ കടം കൊടുക്കണം. ഈ ബാഗ് കടകളിൽ കടം കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം കൊടുക്കുമ്പോഴേക്ക് ഈ പൈസ ഉണ്ടാവില്ല. അങ്ങനെ വന്നപ്പം ഗവൺമെൻറ് ഓഫീസുകളിലും സ്കൂളുകളിലും ഈ പ്രോഡക്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. 1-2 കൊല്ലം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഈ പ്രോഡക്റ്റ് കൊടുത്തു. അതോടെ ആ ഓഫീസേഴ്സും അങ്ങനെയൊക്കെയുള്ള വലിയ വിഭാഗങ്ങളുമായിട്ട് നല്ല ബന്ധം വന്നു. അവരുടെ സമ്മേളനങ്ങളും പരിപാടികളും വരുമ്പോൾ അവർ ഈ ചെറുപ്പക്കാരൻ നമ്പറിലേക്ക്, വീട്ടിൽ ഫോണില്ല, അടുത്ത വീട്ടിലേക്ക് വിളിക്കാൻ തുടങ്ങി. ഏകദേശം 20 വർഷം കഴിഞ്ഞ് പിന്നിടുമ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ കുന്നംകുളം വരെ 200ഓളം ഷോപ്പുകളിൽ ബാഗ് സപ്ലൈ ചെയ്യുന്ന ആ ചെറുപ്പക്കാരനാണ് ഈ വയസ്സൻ.
വളരെ ചുരുങ്ങിയ ക്യാപിറ്റലിൽ നിന്ന് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം. ചുരുങ്ങിയ പലർക്കുള്ള പ്രശ്നമാവും, നമ്മളടുത്ത് ഇറക്കാൻ പൈസ ഉണ്ടാവില്ല, എങ്ങനെ ഇത് തുടങ്ങും. അപ്പം അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ കുറച്ച് സത്യസന്ധത അതിൽ നിങ്ങൾ പ്രധാനമായിട്ടും കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ കോംപ്ലിമെൻ്റ് ഓർഡറൊക്കെ വരുമ്പം വലിയ കോമ്പറ്റീഷനാണ് ആ ഫീൽഡിൽ ഉണ്ടാവുക. 100 രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കാറുള്ള ബാഗ് ചിലപ്പം 80 ആൾ കൊടുക്കും. അതിൽ സിബ് മാറ്റും, റണ്ണർ മാറ്റും, ഇതൊക്കെ മാറ്റും. പക്ഷേ ഒരിക്കലും ആ രീതിയിൽ നമ്മൾ പോകരുത്. മാന്യമായ ലാഭം എടുത്തിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ വിളിച്ച് എനിക്കുള്ള ഇങ്ങനത്തെ ഈ കോംപ്ലിമെൻ്റ് ബാഗൊക്കെ ഞങ്ങളുടെ അടുത്ത് വാങ്ങുന്ന കസ്റ്റമേഴ്സിൽ 90% നിലനിന്ന് പോകുന്ന ആളുകളാണ്. അടുത്തെല്ലാം പരിപാടി വരുമ്പോൾ ഫസ്റ്റ് നമ്മളെ വിളിക്കും. അപ്പം വില കുറച്ച് കൊടുത്ത് സാധനം മോശമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഓർഡർ കിട്ടും, പിന്നീട് നിങ്ങൾക്ക് ഓർഡർ കിട്ടില്ല. ഏതായാലും എല്ലാ സംരംഭങ്ങൾക്കും സംരംഭകർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.